ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലത്തെ ബിഗ് ബോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ രേണു സുധി എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ സ്നേഹവും സപ്പോർട്ടും അവൾക്ക് കൊടുക്കേണ്ടുന്നതിനുള്ള ഒരവസരം നമുക്ക് വന്നിരിക്കുകയാണ്. അതായത് എല്ലാവരും രേണു സുധിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ആ രേണു സുധി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കും. നമ്മളിപ്പം PR വർക്കൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും വോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. അവളെ സ്നേഹിക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവരും രേണു സുധിക്ക് ഇന്നു മുതൽ വോട്ട് ചെയ്യുക. കാരണം ഒരു വോട്ട് പോലും മിസ്സായി പോകരുത്, വോട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പള്ളിയിലച്ഛനെതിരായിട്ടുള്ള. എതിരെയായിട്ടൊന്നുമല്ല, അതിനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട്. എതിരെന്ന് പറയാൻ നമ്മൾ തമ്മിൽ ശത്രുക്കളൊന്നുമല്ല. എന്നാലും വന്ന വീഡിയോയ്ക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു മെൻഷൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ അകത്തമ്മമാർ, കൊച്ചമ്മമാർ വന്ന് കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിനക്ക് നാണമില്ലേ, ആ പാവം പിടിച്ച ആ ഫാദറിന് അങ്ങനെ പറയാൻ? അയാൾ ഒന്നുമില്ലെങ്കിലും വസ്തുദാനം കൊടുത്തതല്ലേ, അയാളിട്ടിരിക്കുന്ന കുപ്പായത്തെങ്കിലും ബഹുമാനിച്ചൂടെ എന്നൊക്കെ. എനിക്കിതിനൊക്കെ മറുപടി ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പറയാൻ മനസ്സില്ല. എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവന്മാരും സ്വന്തം പ്രൊഫൈൽ, അതായത് വ്യക്തിത്വം എങ്കിലും ഉള്ളവരാണെങ്കിൽ അതിനോട് റിപ്ലൈ കൊടുക്കുന്ന ഒരു അന്തസ്സുണ്ട്. സ്വന്തം പ്രൊഫൈൽ, ആ ഒരു വ്യക്തിത്വം കാണിക്കുക. സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ഇടുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അച്ഛനെ അത്ര തിരുവസ്ത്രത്തെ അങ്ങ് ബഹുമാനിക്കാൻ പറയുന്നത് ബഹുമാനം ചോദിച്ച് മേടിക്കാനോ അല്ല പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടോ കിട്ടുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ ഈ അച്ഛൻ കിടന്ന് ഈ മീഡിയയിൽ മൊത്തവും കിടന്ന് മെഴുകുന്നതും അച്ഛൻ ഈ പറഞ്ഞ തോന്നിയാസങ്ങളൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ സപ്പോർട്ടാണ്. ഓക്കെ, ആ സപ്പോർട്ടുള്ള ചേച്ചിമാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും ഒരു കാര്യം പറയാം. ഈ വീഡിയോ അല്ല, എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണാം. കാരണം അച്ഛൻ്റെ ഒരുപാട് കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വോയിസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്, വീഡിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട്, ടൈപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ, ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷെ ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചാൽ എനിക്ക് സമയമില്ല. എനിക്ക് മോൻ്റെ സ്കൂൾ വരുന്നു പോകണം. പിന്നെ നമ്മൾ നിങ്ങളൊക്കെ പറയുന്ന കണക്ക് ഞാൻ ഈ വ്ളോഗ് ചെയ്തല്ല അരി മേടിക്കുന്നത്. എനിക്ക് വേറെ തൊഴിലുണ്ട്. അപ്പോൾ ആ ജോലിയും കൂടെ ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്കിത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 വീഡിയോകളൊന്നും ഇടാനുള്ള ടൈമില്ല. പക്ഷേ ഇടേണ്ടുന്ന സമയത്ത് ഇടേണ്ടുന്ന പോലെ സജീന ഇട്ടിരിക്കും. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്സ് വെച്ച്, ഞാനും കൊല്ലത്തുള്ളയാണ്, സജീന എവിടെയാണ് സ്ഥലം, പിന്നെ സജീന ഇടുന്ന ഡ്രസ്സുകളൊക്കെ നല്ലതാണ്, അതെവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. ഞാനിട്ട ടോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് മേടിച്ചിരിക്കുന്നത് നമ്മുടെ പോളയത്തോടുള്ള RK വെഡ്ഡിങ് മാളിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെന്തുവാ, പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു പഴയ വീഡിയോ ആണ് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്. അതായത് രേണു സുധിക്ക് വീട് വെച്ച് കൊടുത്ത് ഇപ്പം അവർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം വരെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാൻ വരച്ച് ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര അടി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു വീടിനൊരു പ്ലാൻ വരയ്ക്കുമല്ലോ. ആ പ്ലാൻ സാക്ഷനായ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് വീട് പണിയും കഴിഞ്ഞ് അവർ താമസമായി ഇപ്പോൾ 2 വർഷം ആവാൻ പോകുന്നു. പക്ഷേ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ പ്ലാനിനനുസരിച്ച് നമ്മൾ കൊടുത്ത കണക്ക് തന്നെയാണോ വീട് വെച്ചിരിക്കുന്നത്, അതോ അതിന് കൂടുതലുണ്ടോ കുറവുണ്ടോ, കറക്റ്റാണോ, തന്ന പ്ലാനിനനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ കൊടുത്ത് ഈ വീട്ട് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറയുന്നല്ലോ, പിന്നെന്തിനാണ് വീണ്ടും അവർ ചോദിക്കുന്നത്? അത് ഈ പറഞ്ഞ മനസ്സിലായി, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് പ്ലാൻ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്, പ്ലാൻ സാക്ഷനായ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തായാലും നല്ല അടിപൊളി ഒരു വീഡിയോ അടുത്തത് ഉടനെ ഞാൻ ഇടുന്നുണ്ട്. അച്ഛൻ വീണ്ടും അടങ്ങാതെ ഈ അച്ഛനെ ഒരുപാട് കിടന്നങ്ങ് പ്രസംഗിച്ചല്ലോ. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മളൊന്ന് വാച്ച് ചെയ്താൽ അവർക്ക് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇത് നമ്മൾ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. സത്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. ഈ ആരെന്ത് മൂടി വെച്ചില്ല, പള്ളിയിലച്ഛനല്ല, അച്ഛനല്ല, ഇനി ആരായാലും ശരി, കള്ളങ്ങൾ മൂടി വെച്ച് ഒരു പ്രവൃത്തി ചെയ്താൽ അത് കള്ളമാണെങ്കിൽ അതിൻ്റെ സത്യം മറന്നീക്കി പുറത്ത് വരുന്നതിന് എപ്പോഴും പറയുന്ന കാര്യം ഇതാ. പിന്നെ ഇപ്പോൾ പുതിയൊരു വോയിസ് ക്ലിപ്പ് കിടന്നിങ്ങനെ പറക്കുന്നുണ്ട്. അതിലൊക്കെ എടുത്തു വെച്ച് അങ്ങ് വ്ളോഗ് ചെയ്ത് അങ്ങ് റീച്ച് ആയിക്കൊണ്ടിരിക്കുക. അതും ആ വോയിസ് ക്ലിപ്പിൻ്റെ പിന്നെ ഉടമസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ
നമ്മൾ അപ്പോഴേ വിശ്വസിക്കും. കാരണം അത്ര നല്ല പെർഫെക്റ്റ് പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് ആ വോയിസ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു നെഗറ്റീവ് വോയിസ് വന്ന് എന്തിനാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം രേണുസുതി എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട്. അവളെ ഏത് രീതിയിലായാലും തകർക്കുക, അവളെ ഭയങ്കര മൈനസൊക്കെ അവൾ മൈനസാക്കി കളഞ്ഞിട്ട് അവളുടെ വോട്ട് കുറച്ച് അവളെ എലിമിനേറ്റ് ആക്കുക, അതാണ് ഉദ്ദേശം. എലിമിനേഷൻ നമുക്കിപ്പോൾ അങ്ങനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എലിമിനേഷൻ നടക്കത്തില്ല, രേണുസുതി അതിനകത്ത് നിൽക്കണമെന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാനോ വേറെ ഒന്നും നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ വോട്ട് രേണുസുതിക്ക് തന്നെ കൊടുക്കണം. പിന്നെ ആ വോയിസ് ക്ലിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് രേണുസുതിക്ക് സുചേട്ടൻ ഉള്ളതിന് മുമ്പേ ഒരു ലൈൻ ഉണ്ടായിരുന്നു, സുചേട്ടൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-2 ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ അവൾ അബോർഷൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. എൻ്റെ തമ്പുരാനെ എന്താണ് ഈ ആൾക്കാർക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഒരു പെണ്ണിന്, അത് ഈ രേണുസുതി എന്ന് പറയുന്ന ആള് ആരാണ്? എന്തിനാണ് അവളെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇട്ട് ഹറാസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ കണക്ക് എന്തോ കലാപം സരിക അതിൽ നിന്ന് ഔട്ടായിട്ട് അവൾ പറയും. രേണുസുതിയെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരു സാധാരണക്കാരി, അവർക്ക് അവിടെ പറ്റത്തില്ല. അത് പറഞ്ഞ കണക്ക് അവൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ മാത്രമാണ്. അല്ലാതെ നീയൊക്കെ പറഞ്ഞ് ഇത്ര വലിയ കൊമ്പത്തെയാണ് മറ്റേ എസ്റ്റാബ്ലിഷ് ചെയ്ത് നെഗറ്റീവാക്കി കൊണ്ടു കിടക്കുന്നതിൻ്റെ ഒന്നുമില്ല. അവൾ ഒരു സാധാരണ വീട്ടമ്മയാണ്, സാധാരണക്കാരിയാണ്. ഓക്കെ. പിന്നെ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ ഫെമിലിയർ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയ 2 വർഷം കഴിഞ്ഞതിന് ശേഷം അവൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. അവൾ ചെയ്ത തെറ്റ് അത് മാത്രമാണ് എനിക്കറിയാവുന്നത്. പിന്നെ അവൾ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് കള്ളത്തരം പറഞ്ഞു, അതൊന്നും നിങ്ങളെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ബോധിപ്പിക്കേണ്ടുന്ന ആൾ എനിക്കിങ്ങനെ ഒരു അഫെയർ ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെയാണ് എന്ന് എനിക്ക് ബോധിപ്പിച്ചാൽ മതി. അപ്പം അതല്ല, ഞാൻ 2ാമത് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഒരു മൈക്ക് എടുത്ത് അനൗൺസ് ചെയ്തിട്ട് ഞാൻ ലോകത്തുള്ള എല്ലാ ബ്ലോഗർമാരെയും പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഞാൻ 2ാമത് കല്യാണം കഴിക്കാൻ പോവുകയാണ്, എനിക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയണോ? അതിന് ആവശ്യം എന്തായാലും ഇല്ലല്ലോ. പിന്നെ ഇവളും ഇപ്പം പബ്ലിക് ഫിഗർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അവൾക്ക് വന്നിരിക്കുന്നതെന്ന് അറിയാം. എന്നിരുന്നാൽ പോലും അവളുടെ ഭാവി ആയാലും പ്രസൻസ് ആയാലും ഫ്യൂച്ചർ ആയാലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അവളുടെ ജീവിതം അവൾക്കാണ്. പിന്നെ അവളെ വെച്ച് ഇപ്പം സത്യം പറഞ്ഞ നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന സത്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രേണു എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഈ ഒരു ബ്ലോഗർമാർക്ക് യാതൊരുവിധ കണ്ടന്റും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മാത്രമല്ല, ചുമ്മാ ഒരു തമ്പേൽ രേണുവിൻ്റെ ഒരു ഫോട്ടോ വെച്ച് കൊടുത്താൽ തന്നെ അതിന് റീച്ച് കയറുക. അപ്പോൾ ഈ കേൾക്കുന്ന നെഗറ്റീവ് കമൻറ്റോളികളും ഒരു പ്രൊഫൈൽ ഇല്ലാത്ത വ്യക്തിത്വം ഇല്ലാത്തവളുമാരും ഒക്കെ വന്നിട്ട് വയ്ക്കും, അപ്പോൾ നീ ചെയ്യുന്ന എന്തുവാണെന്ന്. ഞാൻ ചെയ്യുന്നതിനകത്തും എനിക്കതിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല, അവൾക്ക് പിന്നെ ഈ സത്യസന്ധത പറഞ്ഞാൽ അവളെ ഞാൻ വെളുപ്പിച്ച് ഞാൻ അരി മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കരുതാൻ. എനിക്കറിയാവുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും പറയും. എത്ര കാലം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. നീയൊക്കെ കിടന്ന് പറയാമെന്ന് തന്നെ കിടന്ന് പറ. പിന്നെ ഈ നെഗറ്റീവ് ഇടുന്ന കമൻറ്റോളിച്ചികളടുത്തും എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ പ്രൊഫൈൽ ഇട്ടിട്ട് ഒരു കമൻറ്റ് ഇടുക. അതിനൊരു അന്തസ്സുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട് കേട്ടാ. അപ്പോൾ അതാണ് അച്ഛൻ്റെ കുപ്പായത്തെ ബഹുമാനിക്കാൻ പറഞ്ഞു. ബഹുമാനം ചോദിച്ച് മേടിക്കേണ്ടെന്ന് ഒന്നല്ല, അത് അറിഞ്ഞു കൊടുക്കേണ്ടത്. ഈ ലോകത്തുള്ള അച്ഛന്മാരാരും ഇങ്ങനെ നടക്കുന്നില്ലല്ലോ, ലോകത്തുള്ള ബിഷപ്പുമാരൊന്നും ഇങ്ങനെ നടക്കുന്നില്ലല്ലോ. അവരൊക്കെ അന്തസ്സായ രീതിയിൽ കർത്താവെങ്കിൽ അഭയം പ്രാപിച്ച് അവരുടേതായ മാന്യമായ രീതിയിൽ അന്തസ്സും അഭിമാനമായിട്ട് നടന്നു പോകുന്ന അച്ഛന്മാരും ഫാദർമാരും വൈദികനും ബിഷപ്പും എല്ലാവരും ഉണ്ട്. അപ്പം ഇയാളെന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത ബിഷപ്പായതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഒരു ചെറിയൊരു ഡെഡിക്കേറ്റ് ഞാൻ ഇട്ട് തന്നിട്ട് പോവാം. ഈ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുള്ളവനാണ്. അത് പിരിയാനുള്ള കാരണം എന്താണെന്നൊക്കെ വെച്ചാൽ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അത് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അവരുടെ നാട്ടുകാരൻ തന്നിട്ടുള്ള വോയിസ് ക്ലിപ്പും വീഡിയോ ക്ലിപ്പും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ഇച്ചിരി അർജൻറ്റ് ഉണ്ട്, മോൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ മെയിനായിട്ടും വന്നത്, ഒന്നാമത്തെ കാര്യം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഈ നിമിഷം വരെയും അവർക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, രേണുസുതി എലിമിനേഷൻ റൗണ്ടിലാണ്. കഴിയുന്നതും ഒരു വോട്ട് പോലും മിസ്സാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു വോട്ട് നമുക്ക് നഷ്ടമാവുകയാണ്. നമുക്കത് ഇത്രയും വിലപ്പെട്ടതാണ്. എത്രത്തോളം വോട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വോട്ട് കൊടുക്കുക. നമ്മളെ കൊണ്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താം. പിന്നെ ഗെയിം കളിക്കുന്നതും അവിടെ നിന്ന് ഔട്ടാവുന്ന നോക്കുക, പിന്നെ അവളുടെ വിധി. ഗെയിമിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും നമ്മുടെ ഈ സപ്പോർട്ട് രേണുസുതിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.